ഓക്കെ ഗായ്സ്, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് NJXൻ്റെ ഒരു ഹോബി ഗ്രേഡ് കാറാണ്. ഇതൊരു ടോയ് ഗ്രേഡ് കാറാണ്. ഇത് NJXൻ്റെ ഒന്നുമല്ല, 1600 രൂപ വില വരുന്നൊരു ടോയ് ഗ്രേഡ് കാറാണ് ഇത്. ഇതിന് ഒരു 20,000 22,000 രൂപയോളം വില വരും. ഇതൊരു ഹോബി ഗ്രേഡ് കാറാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ റിമോട്ട്സിൻ്റെ മെയിൻ ഡിഫറൻസ് എന്തോന്ന് കാണിച്ചു തരാം. ഈ റിമോട്ട് ഈ ടോയ് ഗ്രേഡ് കാറിൻ്റെ റിമോട്ടാണ്. ഇത് ഈ ഹോബി ഗ്രേഡ് കാറിൻ്റെ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം രണ്ടും തമ്മിലുള്ള. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു എന്താ പറയുക, ബട്ടൺസിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ സൈഡിലെ ശബ്ദം കേട്ടോ, ഇങ്ങോട്ട് തിരിക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ നമ്മുടെ ഒരു സാധാ ഒരു ബട്ടൺ, നമ്മുടെ ഈ റിമോട്ട് കൺട്രോൾ കാർ ഓടുന്ന പോലെ, ഒരു ടോയ് കാർ ഓടുന്ന പോലെ ഒരു ബട്ടണിലാണ്. അങ്ങനെ ഇതും ഈ ബട്ടണിലാണ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റും ഉണ്ടല്ലേ. കണക്ക് തന്നെ ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഇൻഡിക്കേറ്റർ കത്തും. ആ ശബ്ദം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ഇത് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു റിയൽ സ്റ്റിയറിങ് തരിയുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു ബട്ടണൊന്നുമില്ല അതിനകത്ത്, ജസ്റ്റ് ഇങ്ങനെ തന്നെ നമുക്ക് തിരിക്കടിക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ സംഭവം ഇതിനകത്തും ബട്ടണും കാര്യങ്ങളൊന്നും വരത്തില്ല. ആക്ച്വലി ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് കേടാണ് ഈ സാധനത്തിന്. അങ്ങനെ തന്നെ ഇത് റിവേഴ്സ്, അതിലോട്ടാക്കുമ്പോൾ റിവേഴ്സ്, ഇത് ഫോർവേഡ്. അതുപോലെ തന്നെ അത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് 75% ആണ്, ഇത് 100%. അങ്ങനെ തന്നെ ട്രിം ചെയ്യാനും പറ്റും, ട്രോട്ടിലും സ്റ്റിയറിങ്. ഇതിപ്പോൾ മാക്സിമം ട്രിം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ത്രോട്ടിൽ, അതായത് ഇതിപ്പോൾ ഫുള്ളി ഇങ്ങനെ നമ്മൾ തിരിച്ച് വെക്കുകയാണെങ്കിൽ ഭയങ്കര സ്പീഡായിരിക്കും വണ്ടിക്ക്. സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുക തിരിക്കുന്നതനുസരിച്ച്. അതുപോലെ തന്നെ ഈ തിരിക്കുന്നതനുസരിച്ച് അതിൻ്റെ വീല് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലത്തെ സ്റ്റിയറിങ്, ഇതാണ് സ്റ്റിയറിങ് ട്രിം എന്ന് പറയുന്നത്. ആ ഫ്രണ്ടിലത്തെ 2 വീലുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിനകത്ത് വാണിംഗ് ഉണ്ട്, പ്ലീസ് ഡു നോട്ട് ടച്ച് ദ ടോട്ടൽ ആൻഡ് സ്റ്റിയറിംഗ് ജോയ്സ്റ്റിക് ഡ്യൂറിങ് ടേണിംഗ് ഓൺ ദ ട്രാൻസ്മിറ്റർ. ഇത് ഓൺ ആവുന്ന ആ സമയത്ത് തന്നെ ഇത് കയറി തൊടാനൊന്നും പാടില്ല. നമുക്ക് തന്നെ ആഫ്റ്റർ ടേണിംഗ് ഇൻഡിക്കേറ്റർ ലൈറ്റ് കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ അതിനകത്ത് വാർണിങ്സ് ഒക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ച്. ആ സമയം ഇതിന് അങ്ങനെയുള്ള ഇതൊന്നുമില്ല. സാധാരണ ടോയ് ഗ്രേഡ് സാധനം യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യും.